ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പരശുരാമ അവതാരവും അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീലാഭാഗമാണ്. അങ്ങനെ 2 വീഡിയോകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടത്. അതിൽ പരശുരാമ അവതാരം വളരെ വിശദമായി തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കേൾക്കാത്തവരെല്ലാവരും അത് കേൾക്കണം. അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട കുറച്ച് സ്ത്രീകളുടെ കഥയാണ്. ഭഗവാൻ എന്താണ് അവർക്ക് നൽകിയത് എന്നുള്ള മനോഹരമായ ഒരു ഭാഗവും കൂടിയാണ് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഇട്ടിരുന്നത്. ആ 2 ഭാഗങ്ങളും എല്ലാവരും തന്നെ കേട്ട് പ്രാർത്ഥിക്കണം. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിക്കുന്നത് അതിഭീകരമായ പുണ്യം ചെയ്ത ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ അത് അവഗണിച്ചങ്ങ് പോകും. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ദേവേന്ദ്ര ദർപ്പ ശമനം, ദേവേന്ദ്രൻ്റെ അഹങ്കാരം ഭഗവാൻ ശമിപ്പിക്കുന്ന ഏറ്റവും പുണ്യകരമായ ഭാഗമാണ് ഇന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഗോപന്മാരുടെ സമ്പത്ത് അവരുടെ പശുക്കളാണ്. ഗോക്കൾ പുഷ്ടിയോടെ വളരണമെങ്കിൽ ഇഷ്ടം പോലെ നല്ല ഇളം പുല്ലുകൾ തിന്നണം. പുല്ലുകൾ സമൃദ്ധിയായി ഉണ്ടാകണമെങ്കിൽ കാലാകാലങ്ങളിൽ മഴ പെയ്യണം. മഴയുടെ അധിപതി ഇന്ദ്രനായതിനാൽ ഇന്ദ്രപ്രീതിക്ക് വേണ്ടി ഗോപന്മാർ 6 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു ഇന്ദ്രയാഗം നടത്താറ് പതിവുണ്ടായിരുന്നു. തങ്ങൾ വൃന്ദാവനത്തിൽ വന്നിട്ട് ഒരു യാഗം നടത്തേണ്ട കാലമായിട്ടില്ലെങ്കിലും ആ വർഷത്തിൽ ഒരു ഇന്ദ്രയാഗം നടത്തണമെന്ന് നന്ദഗോപർക്ക് ഒരാഗ്രഹം ജനിച്ചു. ആ വിവരം മറ്റുള്ള ഗോപന്മാരെ ധരിപ്പിച്ചപ്പോൾ അവരും അതിന് സമ്മതിച്ചു. അങ്ങനെ ഇന്ദ്രയാഗം നടത്തുവാൻ തീരുമാനിച്ചു. അതിനു വേണ്ട സാധന സാമഗ്രികൾ നന്ദഗോപന്റെ അഭിപ്രായപ്രകാരം മറ്റു ഗോപന്മാർ സജ്ജമാക്കാൻ തുടങ്ങി. ഗോപീ ജനങ്ങൾക്കും വലിയ ഉത്സാഹമായി. ഇതെല്ലാം കണ്ട് കൃഷ്ണൻ നന്ദഗോപരോട് ഇപ്രകാരം ചോദിച്ചു: എന്തിനാണച്ചാ ഈ കോപ്പുകളൊക്കെ കൂട്ടുന്നത്? മകനെ പിടിച്ചു മടിയിലിരുത്തി വാത്സല്യപൂർവം തഴുകിക്കൊണ്ട് നന്ദഗോപർ ഇപ്രകാരം പറഞ്ഞു: ഭൂമി സസ്യസമ്പൂർണമാകണമെങ്കിൽ കാലാകാലം മഴ പെയ്യണം. മഴ പെയ്ത് പുല്ലുകൾ സമൃദ്ധിയായി ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ പശുക്കൾ പട്ടിണിയായി പോകും. മേഘങ്ങളാണ് മഴയുണ്ടാക്കുന്നത്. ആ മേഘങ്ങളെ നിയന്ത്രിക്കുന്ന ദേവത ഇന്ദ്രനാണ്. ആയതിനാൽ ആ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഒരു യാഗം നടത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് കേട്ട് മന്ദസ്മിതം തൂകിക്കൊണ്ട് കണ്ണൻ ഇപ്രകാരം ചോദിച്ചു: അച്ഛാ, നമുക്കും നമ്മുടെ പശുക്കൾക്കും ആഹാരം തരുന്നത് ദൈവമല്ലേ? നമ്മുടെ കർമ്മഫലമനുസരിച്ച് നമുക്കത് ലഭിക്കുന്നു. വിശേഷിച്ച് നമ്മുടെ ഗോവർദ്ധന പർവ്വതമാണ് നമ്മുടെ പശുക്കൾക്ക് തൃണം നൽകി രക്ഷിക്കുന്ന കുലദൈവം. ഇന്ദ്രയാഗത്തിന് സംഭരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഗോവർദ്ധനത്തിന് ഒരു യാഗം നടത്തിയാൽ ആ പർവ്വതരാജൻ നമ്മുടെ പശുക്കളെ പരിരക്ഷിക്കും. നമ്മുടെ കൺമുമ്പിൽ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യക്ഷ ദേവതയാണ് ആ പുണ്യശൈലം. ലോകപരിചയവും അറിവും സിദ്ധിച്ച ഒരു വിജ്ഞാനി പറയുന്നത് പോലെയുള്ള കൃഷ്ണന്റെ അഭിപ്രായം നന്ദഗോപർ മറ്റുള്ളവരെ അറിയിച്ചു. അപ്പോൾ അത് കൂടുതൽ സ്വീകാര്യമായി അവർക്ക് തോന്നി. ഇന്ദ്രയാഗമല്ല, ഗോവർദ്ധനയാഗമാണ് നമുക്ക് വേണ്ടതെന്ന് ഒടുവിൽ അവർ ഐകകണ്ഠേന അഭിപ്രായപ്പെട്ടു.
അതനുസരിച്ച് ഒരു നല്ല മുഹൂർത്തത്തിൽ യാഗവും ആരംഭിച്ചു. ഗോകുലം മുഴുവനും സ്ത്രീജനങ്ങൾ അടിച്ചു തളിച്ച് വൃത്തിയാക്കി. പലവിധ വർണ്ണപുഷ്പങ്ങളാലും തോരണങ്ങളാലും അലങ്കരിച്ചു. ഗോപന്മാർ ഒത്തുചേർന്ന് ഗോവർദ്ധനഗിരിയെയും അതിൻ്റെ പരിസരങ്ങളെയും അതിമനോഹരമായ വിധം അലങ്കരിച്ചു. മോടി പിടിപ്പിച്ച് കമനീയങ്ങളായ കമാനങ്ങളും കെട്ടി. പർവ്വതത്തിൻ്റെ ഉന്നത ശൃംഗത്തിൽ ഒരു ധ്വജം നാട്ടി അതിന്മേൽ വർണ്ണ പകിട്ടാർന്ന കൊടിക്കൂറയും തൂക്കി. വിവിധ തരത്തിലുള്ള വാദ്യമേളങ്ങളും ജയഘോഷങ്ങളും ഭേരീനാദങ്ങളും അന്തരീക്ഷം ഭേദിക്കുമാറ് സദാ മുഴങ്ങിത്തുടങ്ങി. അവൽ, മലർ, അപ്പം, വട, പാൽപ്പായസം, പായസം, പഴം, കരിമ്പ്, കരിക്ക് തുടങ്ങിയ നിവേദ്യ സാധനങ്ങൾ ലോഭമില്ലാതെ പർവ്വത പുരോഭാഗത്ത് അവർ സംഭരിച്ചു. ആയിരക്കണക്കിന് എണ്ണവിളക്കുകളും നെയ്വിളക്കുകളും തെളിഞ്ഞു. പൂജാമന്ത്രങ്ങളും സ്തോത്രഗീതങ്ങളും വേദധ്വനികളും അനസ്യൂതം അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. പരിമളം നിറഞ്ഞ ധൂമങ്ങളും എമ്പാടും പരന്നു. ഇന്ദ്രയാഗത്തേക്കാൾ 10 മടങ്ങ് ആർഭാടത്തോടു കൂടിയാണ് ഗോവർദ്ധനയജ്ഞം ഗോപാലന്മാർ ആഘോഷിച്ചത്. ഗോപകുമാരികൾ കുളിച്ചു ശുദ്ധമായി ശുഭ്രവസ്ത്രങ്ങളും ധരിച്ച് പൊൻതാലങ്ങളുമേന്തി പർവ്വതത്തിന് വലം വെച്ച് നൃത്തം ചെയ്തു. ധാരാളം കാണികളും വന്നുകൂടിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി നന്ദഗോപൻ ഉപനന്ദനാദികളോടായി ഇപ്രകാരം പറഞ്ഞു: വാസ്തവത്തിൽ നാം നടത്തേണ്ട യാഗം ഇതുതന്നെയാണ്. ഇന്ദ്രയാഗം നടത്തിക്കൊണ്ടിരുന്നത് ഗോപന്മാരാണ്. സത്യത്തിൽ നാം ഗോപന്മാരല്ല, യാദവന്മാരാണ്. പശു മേയ്ക്കുന്ന തൊഴിലിൽ നാം ഉൾപ്പെട്ടതുകൊണ്ട് ഗോപന്മാർ എന്ന് നമ്മെ വിളിക്കുന്നു. രോഹിണീദേവി യാദവനായ വസുദേവരുടെ പത്നിയല്ലേ? ദേവി ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ദേവിയെയും ഗോപസ്ത്രീ എന്ന് നമ്മൾ വിളിക്കുന്നു. യാദവ നേതാവായ വസുദേവരുടെ മാതുലനാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ നാം എല്ലാവരും യാദവ വംശത്തിൽ നിന്നും വന്നവരാണ്. ആ നിലയിൽ ഗോപന്മാർ നടത്തിവന്ന ഇന്ദ്രയാഗം യാദവന്മാർ നടത്താത്തതിൽ ഇന്ദ്രന് കോപമൊന്നും വരാൻ ഇടയില്ല. പക്ഷേ പർവ്വതങ്ങളുടെ പക്ഷങ്ങൾ മുറിച്ചവനാണ് ഇന്ദ്രൻ. ആ വിധത്തിൽ പർവ്വതശത്രുവായ ഇന്ദ്രന് നമ്മൾ ഗോവർദ്ധനയാഗം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധം തോന്നുമോ എന്തോ. എന്തായാലും അത് സാരമില്ല. ഗോപനായകൻ്റെ ഈ വിധത്തിലുള്ള പ്രസ്താവന വളരെ ശരിയാണെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെട്ടു. യാഗം അമംഗളമൊന്നും കൂടാതെ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. നിവേദ്യങ്ങളും ബലിപൂജാദികളും അർപ്പിക്കുന്ന സമയമായി. മണിനാദങ്ങളും ശംഖധ്വനികളും മുഴങ്ങി. അന്തര്യാമിയായ കൃഷ്ണൻ ആ സമയം ആ അചലത്തിൽ അധിനിവേശം ചെയ്തു ജീവനുള്ള ഗോവർദ്ധന പർവ്വതമായി രൂപം പ്രാപിച്ചു. ആ നിവേദ്യങ്ങളും ബലിസാധനങ്ങളും സർവജനങ്ങളും പ്രത്യക്ഷത്തിൽ കാണെ പ്രീതിപൂർവം ഭക്ഷിച്ചു. അത് കണ്ട് ആ ഗോപസമൂഹം ആണും പെണ്ണും കുട്ടികളുമടക്കം വിസ്മയവിവശരായി സ്തംഭിച്ചു നിന്നുപോയി. അപ്പോൾ ഗിരീന്ദ്രൻ അനുഗ്രഹപൂർവം അരുളി ചെയ്തു: ഗോപികാഗോപന്മാരെ, നിങ്ങളുടെ യാഗത്താൽ ഞാൻ അതീവ സംതൃപ്തനായിരിക്കുന്നു. എന്നിൽ കൂടി ദേവകളും പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ഗോക്കൾക്കും ഞാൻ എന്നും ആശ്രയമായിരിക്കും. നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ. തുടർന്ന് ഒരു നിഴൽ അവിടെ പരന്നു. അതിൽ ഗോവർദ്ധനദേവൻ തിരോഭൂതനായി.
ഗോപാലന്മാർക്ക് ആ സമയമുണ്ടായ സന്തോഷവും ചാരിതാർത്ഥ്യവും വർണ്ണിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഇന്ദ്രയാഗം നടത്തിയാൽ മഹേന്ദ്രൻ അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവസിൽ കൂടിയാണ് അത് സ്വീകരിക്കുന്നത്. ഇവിടെയോ നമ്മുടെ കുലദേവതയായ ഗോവർദ്ധനം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഹവിസും നിവേദ്യങ്ങളും ബലിയും സ്വീകരിച്ചിരിക്കുന്നു. ഈ കഥകളും സംഭവങ്ങളും ഗോവർദ്ധന മഹാത്മ്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് വ്രജവാസികൾ അന്ന് ഭവനങ്ങളിലേക്ക് തിരിച്ചു പോയത്. ആ ഇടയ്ക്ക് നാരദമുനി ദേവേന്ദ്രനെ കണ്ട് ഗോപന്മാർ കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ദ്രയാഗം മുടക്കി പകരം ഗോവർദ്ധനയാഗം നടത്തിയ കഥ വിസ്തരിച്ചു തന്നെ പറഞ്ഞു കേൾപ്പിച്ചു. തന്നെ അവഗണിച്ച് ഗോപന്മാർ തനിക്കുള്ള യാഗം കേവലം അചേതനമായ ഒരു പർവ്വതത്തിനു നൽകി എന്നുള്ള വാർത്ത ദേവേന്ദ്രനെ അത്യധികം ക്രുദ്ധനാക്കി തീർത്തു. തന്നെ അപമാനിച്ച് തൻ്റെ ശത്രുവിനെ ബഹുമാനിച്ചിരിക്കുന്നു. എന്തൊരു ധിക്കാരമാണ് ഗോപന്മാർ കാണിച്ചിട്ടുള്ളത്! ഇതിനു തക്ക പ്രതികാരം ചെയ്തില്ലെങ്കിൽ താൻ എന്തിന് ദേവരാജനായി വാഴുന്നു? ഈ യാഗം മുടക്കിയത് കൃഷ്ണനാണെന്ന് ബോധ്യമായി. അവൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ധരിച്ചിരിക്കുന്നതാണ് പരമമായ അബദ്ധം. അവൻ വിഷ്ണുവല്ല. വിഷ്ണുവാണെങ്കിൽ ദേവതകളോട് ഇത്ര വിരോധമോ? ന്യായമില്ല. വിഷ്ണു ദേവപ്രിയനാണ്, ദേവകൾക്ക് അനുകൂലിയും സഹായിയുമാണ്. ഒരിക്കലും ഇന്ദ്രനുള്ള യാഗം ഭഗവാൻ മുടക്കുകയില്ല. ആ നിലയ്ക്ക് കൃഷ്ണൻ വിഷ്ണുവല്ല. മഹാബലി ദേവലോകം അടക്കി ഭരിച്ചപ്പോൾ വിഷ്ണുവാണ് വാമനനായി അവതരിച്ച് നാഗലോകം തിരിച്ച് വാങ്ങിത്തന്നത്. പാലാഴി മദനത്തിൽ കിട്ടിയ അമൃതവും കൊണ്ട് അസുരന്മാർ പോയപ്പോൾ വിഷ്ണുവാണ് മോഹിനി വേഷം ചമഞ്ഞ് ദാനവരെ മയക്കി അമൃതം വീണ്ടെടുത്ത് ദേവകൾക്ക് നൽകിയത്. ദേവശത്രുവായിരുന്ന രാവണനെ നിധനം ചെയ്ത് ദേവകൾക്ക് ക്ഷേമമുണ്ടാക്കിക്കൊടുത്തതും രഘുരാമനായി അവതരിച്ച മഹാവിഷ്ണു തന്നെയാണ്. ദേവകളെ സദാ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അസുരന്മാർ ദുഷ്ടരാജാക്കന്മാരായി ഭൂമിയിൽ പിറന്നപ്പോൾ അവരെ മുച്ചൂടും വധിച്ച ഭാർഗവരാമനായി അവതരിച്ചതും വിഷ്ണു തന്നെയാണ്. ദേവശത്രുവായ ഹിരണ്യകശിപുവിനെ വധിച്ച് ദേവകൾക്ക് മോക്ഷം വരുത്തുവാൻ വേണ്ടി നരസിംഹമായി അവതരിച്ചതും മഹാവിഷ്ണു തന്നെയാണ്. അങ്ങനെ എല്ലാ പ്രകാരത്തിലും ദേവപ്രിയനായ വിഷ്ണുവാണ് ആ മനുഷ്യബാലനായ കൃഷ്ണനെങ്കിൽ അവൻ ദേവനാഥനുള്ള യാഗം ഒരിക്കലും മുടക്കുമായിരുന്നില്ല. ആര് എങ്ങനെ തപസ്സു ചെയ്താലും അവർക്കിഷ്ടമുള്ള വരം കൊടുക്കുന്ന ശുദ്ധാത്മാവായ ബ്രഹ്മദേവൻ ആ കൃഷ്ണനും വലിയ മായാവൈഭവമുള്ള ആളാണെന്ന് ഭാവിച്ചു. അദ്ദേഹത്തിൻ്റെ ശുദ്ധഗതി പക്ഷേ ഇന്ദ്രൻ വകവെച്ചു കൊടുക്കാൻ പോകുന്നില്ല. ആ കള്ളനായ ഇടയന്റെ അഹങ്കാരം ശമിപ്പിച്ച് ഗോപന്മാരെ ഒരു നല്ല പാഠം പഠിപ്പിക്കുക തന്നെ വേണം. ഗോവർദ്ധനം അവരെ രക്ഷിക്കുന്നതൊന്ന് കാണട്ടെ. ഇങ്ങനെ കോപത്തോടുകൂടി കാര്യങ്ങളുടെ യാഥാർത്ഥ്യബോധം ഗ്രഹിക്കുവാൻ ശക്തിയില്ലാത്ത ഇന്ദ്രൻ എത്രയും ശക്തി വർദ്ധിച്ച പ്രളയമേഘങ്ങളെ വിളിച്ച് വൃന്ദാവനവും ഗോവർദ്ധന പർവ്വതവും പ്രളയവർഷം ചെയ്ത് നശിപ്പിക്കുവാൻ ആജ്ഞാപിച്ചു. അനന്തരം വജ്രായുധവുമേന്തി ഐരാവതത്തിൻ്റെ മുകളിൽ കയറി അമരേന്ദ്രനും അങ്ങോട്ട് പുറപ്പെട്ടു. പെട്ടെന്ന് വൃന്ദാവനത്തിന് ഉപരിതലത്തിലുള്ള ആകാശമണ്ഡലമാകെ പ്രളയ കാളമേഘങ്ങളാൽ സമാവൃതമായി. സൂര്യപ്രകാശം കുറഞ്ഞ് സർവത്ര അന്ധകാരം വ്യാപിച്ചു. ഭയങ്കരങ്ങളായ ഇടിമുഴക്കങ്ങളും മിന്നൽ പിണരുകളും ശക്തിയായ കൊടുങ്കാറ്റും പ്രകൃതിയെ ഭീകരമാക്കി തീർത്തു. തുമ്പിക്കൈ വണ്ണത്തിൽ ഇടവിടാതെയുള്ള പേമാരിയും തുടങ്ങി. ആബാലവൃദ്ധം ഗോപികാ ഗോപന്മാരും ഗോവൃന്ദങ്ങളും മരണഭീതിയോടെ
പകച്ച് അമ്പരന്നു നിന്നു. കൊടുങ്കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു. തടിയിൽ പ്രഭകളേറ്റ് അഗ്നി ജ്വലിക്കുന്നു. ഇടിഗർജിതങ്ങൾ അലറുന്നു. കാട്ടാറുകൾ പോലെ വെള്ളം പല വഴിക്കും കുത്തിയൊലിക്കുന്നു. മേൽപ്പുരകൾ തകർന്നു വീഴുന്നു. കൃഷ്ണ, ഇതെന്താണ് ഈ കാണുന്നത്? നന്ദഗോപർ നെഞ്ചു തടവിക്കൊണ്ട് മകനോട് ചോദിച്ചു. കൃഷ്ണനെ നോക്കി എല്ലാവരും പറഞ്ഞു, കൃഷ്ണ, ഇത് ഇന്ദ്രൻ ചെയ്യുന്ന ദ്രോഹമാണ്. യാഗം മുടക്കിയതിനാൽ കോപിതനായി തീർന്ന ഇന്ദ്രൻ ചെയ്യുന്ന പ്രതികാരമാണിത്. യാതൊരു സംശയവും ഇല്ല. മഴയില്ലാത്ത ആ കാലത്ത് എന്തൊരു പ്രളയവർഷം! ഇന്ദ്രകോപം കൊണ്ടാണ് എന്ന് എല്ലാവരും ഊഹിച്ചതിൽ യാതൊരു തെറ്റുമില്ല. ഇത് കേട്ട് കൃഷ്ണൻ ഇപ്രകാരം അരുളി ചെയ്തു. നാം യാഗം കഴിച്ചത് ഗോവർദ്ധനത്തിനല്ലേ? ആ ഗോവർദ്ധനം തന്നെ നമ്മെ രക്ഷിക്കും. വരൂ, പശുക്കളോടും കുട്ടികളോടും കൂടി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരൂ. ഇനി ഇവിടെ ആരും താമസിക്കണ്ട. ശ്രീദാമാവേ, നമ്മുടെ കൂട്ടുകാരെയും വിളിച്ചുകൊള്ളുക. സ്ത്രീകളും പോരട്ടെ, പേടിക്കണ്ട, ഗോവർദ്ധനം നമ്മെ രക്ഷിക്കും. ഇതുകേട്ട് എല്ലാവരും അവരുടെ സ്വത്തുക്കളായ പശുക്കളോടും വത്സങ്ങളോടും കൂടി കൃഷ്ണനെ അനുഗമിച്ചു. ഗോവർദ്ധന ശൈല സമീപത്തെത്തി. കൃഷ്ണൻ മുമ്പോട്ടെടുത്ത് തൻ്റെ കൊച്ചു കൈകൊണ്ട് ആ പർവ്വതത്തെ കുത്തിപ്പറിച്ചെടുത്തു പൊക്കി ഒരു കുടയായി പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഇതാ കണ്ടില്ലേ, നമ്മെ അനുഗ്രഹിക്കുവാനായി ഗോവർദ്ധനം തനിയെ പൊങ്ങിയിരിക്കുന്നു. ഇത് താഴെ വീഴുകയൊന്നുമില്ല. എങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഒരു നേരം പോക്കായി ഞാൻ ഒറ്റ കൈകൊണ്ട് ഇതിനെ താങ്ങിയിരിക്കുന്നു എന്നു മാത്രം. ഇതിനടിയിൽ നമുക്കും നമ്മുടെ പശുക്കൾക്കും മഴയും വെയിലുമേൽക്കാതെ സുഖമായി കഴിഞ്ഞുകൂടുവാനുള്ള സ്ഥലമുണ്ട്. എല്ലാവരും ഇതിനടിയിൽ വന്ന് സുഖമായി ഇരുന്നു കൊള്ളുക. ഇന്ദ്രന്റെ പ്രളയമേഘം എത്രമാത്രം വർഷിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. വാമഹസ്തത്താൽ പർവ്വതത്തെ താങ്ങിക്കൊണ്ടും ദക്ഷിണഹസ്തത്താൽ പുല്ലാങ്കുഴൽ പല്ലവാധരങ്ങളിൽ ചേർത്ത് പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ടും കരുണാനന്ദ സാഗരമായ പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ നിൽപ്പിൽ അങ്ങനെ നിന്നു. ഗോപന്മാരും അവരുടെ സ്ത്രീകളും കുട്ടികളും പശുക്കളും വത്സങ്ങളും ആ കുന്നിനടിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും തുടങ്ങി. ആഹാരത്തിന് ഗോപന്മാർ പശുക്കളുടെ പാൽ ഉപയോഗിച്ചു. പെരുമഴയാണെങ്കിലും പശുക്കൾ പുറത്തിറങ്ങി പുല്ലുകൾ തിന്ന് തിരിച്ച് മലയുടെ അടിയിൽ വന്ന് വിശ്രമിച്ചു. ഇന്ദ്രൻ ഇടവിടാതെ പെരുമഴ പെയ്യിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ഗോപന്മാർക്കും ഗോവൃന്ദങ്ങൾക്കും യാതൊരല്ലലും ഉണ്ടായില്ല. കുന്നും ചുമന്നുകൊണ്ട് നിൽക്കുന്ന കണ്ണൻ്റെ കായാമ്പൂമേനി വിയർക്കുന്നത് കണ്ട് ഭക്തകളായ ഗോപസ്ത്രീകൾ കണ്ണുനീർ പൊഴിച്ചു. മകന്റെ നിൽപ്പു നോക്കി യശോദ ചുണ്ടുവിതുമ്പി കരയുന്നത് കണ്ട് ബലരാമൻ അടുത്തു ചെന്ന് അമ്മയെ സ്വാന്തനപ്പെടുത്തി. അമ്മേ, എന്തിനു സങ്കടപ്പെടുന്നു? പർവ്വതം തനിയെ പൊങ്ങിയിരിക്കുകയാണ്. കൃഷ്ണൻ അതിൻ്റെ ചുവട്ടിൽ പോയി കയ്യും പൊക്കി വെറുതെ നിൽക്കുന്നു എന്നു മാത്രം. അതും അവൻ്റെ ഒരു നേരം പോക്കാണ്. ഈ വിധം സാന്ത്വനപ്പെടുത്തിയെങ്കിലും ആ അഗ്രജനും അനുജന്റെ നിൽപ്പ് കണ്ട് സങ്കടം തോന്നി. രാമൻ സാവധാനം കാർവർണ്ണന്റെ അടുത്തു ചെന്ന് സ്നേഹപൂർവം പതുക്കെ ചോദിച്ചു, കണ്ണാ, ഭാരം കൊണ്ട് നീ വിഷമിക്കുന്നുണ്ടോ? ക്ഷീണം തോന്നുന്നുവെങ്കിൽ കുറെ നേരം പോയിരുന്ന് വിശ്രമിക്ക്. നീ തിരിച്ചു വരുന്നത് വരെ ഞാൻ ചുമക്കാം. ഈ ലോകം മുഴുവനും ഒരു കടുകുമണി പോലെ തൻ്റെ ഭണത്തിന്മേൽ വഹിക്കുന്ന അനന്തൻ്റെ അംശാവതാരമായ സംഘർഷണന് ആ മല ഒരു മലരു പോലെയാണ്. കൃഷ്ണൻ അതറിയാം.
പക്ഷേ ഗോവർദ്ധനം നമ്മെ രക്ഷിക്കുമെന്ന് ഉറപ്പുകൊടുത്തുകൊണ്ട് ഇന്ദ്രയാഗം മുടക്കിച്ചത് താനാണ്. ആ സ്ഥിതിക്ക് താൻ തന്നെ അത് ചുമക്കണം എന്ന് താമരാക്ഷൻ ചിത്തത്തിൽ ഉറച്ചിരുന്നു. കൃഷ്ണസവിധത്തിൽ നിന്നും തിരിച്ചു വന്ന ബലരാമനോട് അശ്രുധാര വാർത്തുകൊണ്ട് യശോദ വീണ്ടും ചോദിച്ചു, മകനേ രാമ, മല തന്നെത്താൻ പൊങ്ങിയതു തന്നെയല്ലേ? അതോ എൻ്റെ മകൻ മല ചുമക്കുകയാണോ? ആ ഉണ്ണിക്കൈ തളരുകയില്ലേ? ആ പൂവുടൽ ക്ഷീണിക്കുകയില്ലേ? നിന്നു നിന്ന് ഉണ്ണിക്കാലുകൾ കഴയ്ക്കുകയില്ലേ? അപ്പോൾ അടുത്തു നന്ദഗോപനും ഇരുന്ന് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ബലരാമൻ സമാധാനപ്പെടുത്തി, അമ്മേ, നിങ്ങൾ ആരും പരിതപിക്കേണ്ട. കൃഷ്ണന് യാതൊരു വിഷമവും ഇല്ല. ഘോരനായ കാളിയൻ്റെ മതം കെടുത്തിയവൻ, തൊട്ടിലിൽ വെച്ച് പൂതനയെ കൊന്നവൻ, ശകടാസുരനെ തകർത്തവൻ, തൃണാവർത്തനെ ഞെക്കിക്കൊന്നവൻ, ബകാസുരനെ വധിച്ചവൻ, അഘാസുരനെ നിധനം ചെയ്തവൻ, അമ്പാടിയിലെ മരുതുമരങ്ങൾ മറിച്ചിട്ടവൻ. അങ്ങനെയുള്ള കൃഷ്ണനെ പറ്റി ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. പോരെങ്കിൽ മല അവൻ ചുമക്കുകയുമല്ല, അത് തന്നെത്താൻ പൊങ്ങിയിരിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടി ഒരു വലിയ കുടയും ചൂടി നിൽക്കുന്നത് പോലെ 7 വാസരങ്ങൾ വസുദേവകുമാരൻ അങ്ങനെ അചഞ്ചലനായി നിന്നു. പണ്ട് പാലാഴി മഥനവേളയിൽ ആഴിയിൽ താഴ്ന്നുപോയ മന്ദരഗിരിയെ കൂർമ്മമായി അവതരിച്ച് തൻ്റെ മുതുകിൽ ചുമന്നു പൊക്കിയ ഭഗവാന് ആ ഗോവർദ്ധനോദ്ധാരണം ഒരു വിനോദം മാത്രമായിരുന്നു. 7 ദിവസം അതിഘോരമായ പ്രളയവർഷം പെയ്തിട്ടും വൃന്ദാവനവാസികൾക്കോ അവരുടെ പശുവൃന്ദങ്ങൾക്കോ യാതൊരു വിഷമവും സംഭവിച്ചില്ല എന്നറിഞ്ഞ ഇന്ദ്രൻ നാണിച്ചുപോയി. എന്നിട്ട് ആകാശമണ്ഡലത്തിൽ നിന്നും മേഘങ്ങൾ പിൻവാങ്ങുവാൻ ആജ്ഞാപിച്ചു. വൈകുണ്ഠനാഥനായ ശ്രീപതിയുടെ പൂർണ്ണാവതാരമാണ് കൃഷ്ണൻ. ഈ പരമാർത്ഥത്തെ തെറ്റിദ്ധരിച്ച് അഹങ്കാരഗർവിഷ്ഠനായ താൻ അധർമ്മം പ്രവർത്തിച്ചതുമൂലം ഇനി എന്തെല്ലാം വിപത്തുകളാണ് തനിക്കുമേൽ വരാൻ പോകുന്നത് എന്നോർത്ത് ഇന്ദ്രൻ സംഭ്രാന്തനായി. കൃഷ്ണൻ വിചാരിച്ചാൽ ഇന്ദ്രപ്പട്ടം പോലും തെറിച്ചു പോകാനിടയുണ്ടെന്ന് ദേവേന്ദ്രൻ പരിഭ്രമിച്ചു. മഴ മാറി, മാനം തെളിഞ്ഞു, ആദിത്യനും തിളങ്ങി പ്രകാശിച്ചു. കൃഷ്ണന്റെ ആജ്ഞയനുസരിച്ച് സർവഗോപന്മാരും ഗോപികളും തങ്ങളുടെ കുട്ടികളോടും പശുക്കളോടും കൂടി സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. അവർ നിർഗമിച്ചതിനു ശേഷം ഗോപകുമാരൻ ഗോവർദ്ധനം മെല്ലെ താഴെയിറക്കി യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു. അനന്തരം ഗോപന്മാരുടെ പിന്നാലെ ഓടക്കുഴലും വിളിച്ചുകൊണ്ട് ഗോകുലത്തിൽ പ്രവേശിച്ചു. അപ്പോൾ എല്ലാവരും വന്ന് പ്രകടിപ്പിച്ച സ്നേഹവാത്സല്യങ്ങൾ ആർക്കും വർണ്ണിക്കുവാൻ സാധിക്കുകയില്ല. 7 വയസ്സു മാത്രം പ്രായമുള്ള ഒരു ബാലൻ ഇത്ര വലിയ ഒരു മല എടുത്ത് ഒറ്റക്കൈയിൽ പിടിച്ചുകൊണ്ട് 7 ദിവസം നിന്നതോർക്കുമ്പോൾ എന്തൊരതിശയം എന്ന് ആളുകൾ പ്രശംസിക്കുന്നത് കേട്ട് നന്ദഗോപൻ പണ്ട് നാമക്രിയാവേളയിൽ ഗർഗമുനി പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചു. ദേവലോകത്തെത്തിയ ദേവേന്ദ്രൻ ഭയപ്പെട്ടു. താൻ കൃഷ്ണനോട് ചെയ്ത അപരാധത്തിന് ഇനി എന്താണ് പ്രതിവിധിയെന്ന് ആലോചിക്കുവാനും തുടങ്ങി. ദുഷ്ടനിഗ്രഹം ചെയ്ത് ധർമ്മസംസ്ഥാപനത്തിനു വേണ്ടി മനുഷ്യനായി മന്നിടത്തിൽ അവതരിച്ചിരിക്കുന്ന മായാമാധവൻ വിഷ്ണുവല്ലെന്ന് താൻ തെറ്റിദ്ധരിച്ചു. അഹങ്കാര തിമിരത്താൽ യാഥാർത്ഥ്യം കാണുവാൻ തനിക്ക് കണ്ണില്ലാതായിപ്പോയി. സഹസ്രനയനൻ എന്ന തൻ്റെ പേര് വ്യർത്ഥമായി പോയിരിക്കുന്നു.
വസുദേവപുത്രന്റെ പാതാരബിന്ദങ്ങളിൽ ചെന്ന് അഭയം പ്രാപിച്ച് ക്ഷമാപണം ചെയ്യണമെന്ന് ഒടുവിൽ ദേവേന്ദ്രൻ തീരുമാനിച്ചു. അപരാധിയായ താൻ തനിച്ച് ഭഗവാന്റെ സന്നിധിയിൽ ചെല്ലുന്നത് അനുചിതമെന്നു കരുതി ദേവസുരഭിയായ കാമധേനുവിനെ കൂടി തൻ്റെ കൂടെ കൊണ്ടുപോയി. പശുപാലകനായ കൃഷ്ണൻ ദേവലോകത്തിലെ ദിവ്യ പശുവിനെ കാണുമ്പോൾ രോഷം മറന്ന് സന്തോഷമുള്ളവനായി തീരുമെന്നായിരുന്നു ദേവേന്ദ്രന്റെ വിചാരം. ഒരു ദിവസം രാവിലെ മേയ്ക്കുവാനായി ഗോക്കളെയും കൊണ്ട് ഗോപാലന്മാർ പോയതിനു ശേഷം കൃഷ്ണൻ ഏകനായി കാളിന്തി നദീതീരത്തു നിൽക്കുകയാണ്. സുരഭിയോടും കൂടി ദേവേന്ദ്രൻ അപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വന്ന പാടെ വാസവൻ വസുദേവ ബാലന്റെ ചെന്തിളർ പാദങ്ങളിൽ കോടി കോടി പ്രണാമം അർപ്പിച്ചു, നമസ്കരിച്ചു. താൻ ചെയ്ത അപരാധം ക്ഷമിച്ച് മാപ്പരുളണം എന്ന് അപേക്ഷിച്ചു. കൃഷ്ണ വൈകുണ്ഠപതി, അഹങ്കാരം കൊണ്ടുണ്ടായ ഗർവമാണ് അടിയനെ അങ്ങനെ ഒരു അപരാധത്തിന് പ്രേരിപ്പിച്ചത്. നിത്യനിർവാണമൂർത്തിയും നിരാമയനുമായ നിന്തിരുവടി അത് ക്ഷമിക്കണം. കല്യാണരൂപനായ നിന്തിരുവടിയുടെ പരമാർത്ഥം അറിയാമായിരുന്നിട്ടും അറിവില്ലാത്തവനെ പോലെ അഹങ്കാരമത്തനായി അടിയൻ നിന്തിരുവടിയോട് മത്സരിക്കാൻ വന്നത് അവിടുന്ന് ക്ഷമിക്കണം. കാമധേനുവായ സുരഭിയും ഗോപാലവേഷം പൂണ്ട് കാണപ്പെട്ട കണ്ണനെ വാഴ്ത്തി സ്തുതിച്ചു. പാൽക്കടലിൽ പള്ളികൊള്ളുന്ന ഹേ പരമാത്മാവായ ഭഗവാനെ, എൻ്റെ വർഗത്തിൽപ്പെട്ട പശുക്കളെ മേയ്ക്കുന്ന ഒരു ഇടയനായി അങ്ങയെ ഞാൻ കാണുന്നുവല്ലോ. അങ്ങയുടെ പാലനം കൊണ്ട് പശുക്കൾക്ക് ദേവപൂജ്യത സിദ്ധിച്ചിരിക്കുന്നു. ഭഗവാനെ, ഗോകുലതിലക, ഗോപകുമാര കൃഷ്ണ, കാത്തുകൊള്ളണമേ. ഈ വിധം സുരഭി കൃഷ്ണനെ വാഴ്ത്തി സ്തുതിച്ചപ്പോൾ ആ ഗോപബാലനിൽ അവൾക്ക് ഭക്തിയും വാത്സല്യവും വർദ്ധിച്ചു. അതോടുകൂടി അവളുടെ അകിട് ചുരന്നു. ആ അകിട്ടിൽ നിന്നും പീയൂഷ സദൃശ്യമൊഴുകിയ പുണ്യ പയസ്സുകൊണ്ട് അവൾ ആ ബാലഗോപാലമൂർത്തിയെ മംഗളാഭിഷേകം ചെയ്തു. ആ അഭിഷേക കർമ്മം നടക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു, പ്രഭോ, നിന്തിരുവടിയെ ഗോവിന്ദ നാമധേയത്തിൽ ഈയുള്ളവൾ അഭിഷേകം ചെയ്യുന്നു. ആ സമയം അമരേന്ദ്രൻ ഐരാവതത്തെ അയച്ച് ആകാശഗംഗയിലെ തീർത്ഥജലം കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ആ ഗജേന്ദ്രനെ കൊണ്ട് ഗംഗാഭിഷേകവും ചെയ്യിപ്പിച്ചു. ദേവമാമുനി ഗണങ്ങൾ ഭക്തി പുളകിതരായി ഗോവിന്ദ ഗോവിന്ദ എന്ന് വാഴ്ത്തി സ്തുതിച്ച് അവർ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. അങ്ങനെ സാക്ഷാൽ ഗോവിന്ദമൂർത്തി ദേവേന്ദ്രനെയും സുരഭിയെയും അനുഗ്രഹിച്ചയച്ചതിനു ശേഷം തൻ്റെ ഓടക്കുഴലുമെടുത്ത് വിളിക്കുവാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് കൂട്ടുകാരും അവിടെ ഓടിയെത്തി. അത്ഭുതത്തോടുകൂടി ചോദിച്ചു, എന്താ കൃഷ്ണ, നിന്റെ തലയിലും ദേഹത്തിലുമൊക്കെ പാല് പറ്റിയിരിക്കുന്നത്, അതും നല്ല സുഗന്ധമുള്ള പാല്. ഇത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ആ കള്ളക്കാർവർണ്ണൻ ഇപ്രകാരം കൂട്ടുകാരോട് പറഞ്ഞു, വരൂ, നമുക്ക് ആ വൃക്ഷത്തണലിൽ പോയിരുന്ന് കളിക്കാം. ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കഥാഭാഗം? നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഭഗവാന്റെ ഈ കഥകൾ പറയുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. അപ്പോൾ അത് കേൾക്കുന്ന നിങ്ങളുടെ സന്തോഷം എനിക്ക് ഊഹിക്കാം. ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഇത് കേൾക്കാനും പറയാനും സാധിക്കുകയുള്ളൂ. ഇത്രത്തോളം ഭാഗ്യം ചെയ്തവളായിരുന്നോ ഞാനെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഹരേ കൃഷ്ണ.